Audio Jungle. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളെല്ലാവരെയും ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ഏതെല്ലാം കളറിനെ കുറിച്ച് കേട്ടു? സ്വർണ്ണ കളർ അല്ലേ? സ്വർണ്ണ കളർ, ഗോൾഡൻ കളർ സ്വർഗത്തെയും ദൈവസ്നേഹത്തെയും കുറിക്കുന്നു. ഹു ഈസ് ഗോഡ്? ഗോഡ് ഈസ് ദ ക്രിയേറ്റർ. ഗ്രീൻ കളർ ഷോസ് ക്രിയേഷൻ. 6 ദിവസം കൊണ്ട് ദൈവം സകലം സൃഷ്ടിച്ചു നാം കേട്ടു. എന്നാൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അകറ്റിയത് എന്താണ്? പാപം. ആരാണ് പാപം ചെയ്യിക്കുന്നത്? സാത്താൻ. നമ്മൾ കണ്ടു. ഇനി പാപത്തിൻ്റെ ക്ഷമ എങ്ങനെ ലഭിക്കുമെന്ന് നമുക്ക് ഈ പ്രാവശ്യത്തെ എപ്പിസോഡിൽ പഠിക്കാം. ഈ ചുമപ്പ് കളർ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റിനെയും പാപക്ഷമയും കുറിക്കുന്നു. ഫോർഗിവ്നെസ് ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹു ഈസ് ജീസസ്? വൈ ഹി കെയിം ടു ദ വേൾഡ്? വാട്ട് ഹി ഡൺ ഫോർ us? എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഓക്കെ, അതിനായി ഞാൻ ആദ്യം തന്നെ ഒരു പാവക്കുട്ടീനെ നിങ്ങളുടെ മുമ്പിൽ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഉഗാണ്ടയിൽ നിന്ന് ഒരു കിട്ടു എന്നൊരു പാവയാണ്. അവനെ ഞാൻ ക്ഷണിക്കാൻ പോവുകയാണ്. ഹായ് കൂട്ടുകാരെ, നോക്കിയേ, ഇത് ആരാ വന്നാക്കണേ? ഒരു ചിമ്പാൻസിയുടെ കുഞ്ഞ്. ഹായ്, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, വാട്ട്സ് യുവർ നെയിം? കിട്ടുവിന് മലയാളം അറിയോ? കിട്ടു, നമ്മൾ ഇന്ന് ഏത് കളറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നേ? റെഡ് കളർ എന്തിനെ കുറിക്കുന്നു? Who is Jesus? Son of God. Where he born? എവിടെ ജനിച്ചത്? Bethlehem. Okay, how many years ago Jesus came into the world? 2024. അത് യേശുവിന്റെ ജന്മം മുതലാണ് കലണ്ടർ ആരംഭിച്ചതെന്ന് ചരിത്രം പറയുന്നത് അല്ലേ? ഓക്കെ, who is Jesus? Son of God. Why he came to the world? To save the sinners. Yes, അവൻ പറഞ്ഞ കറക്റ്റ് ആണ്. യേശു വന്നത് പാപികളെ രക്ഷിക്കാനാണ്. പിന്നെയോ? To heal the sick people. To heal the sick people. രോഗികളെ സൗഖ്യമാക്കാൻ. പിന്നെ എന്തിനാ വന്നേ? Destroy the work of Satan. Yes, destroy the work of Satan. സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ. പിന്നെ എന്തിനാ യേശു വന്നേ? Find the lost one. Find the lost one. കാണാതെ പോയവരെ കണ്ടെത്താൻ എത്രേ ദൈവപുത്രൻ വന്നത്. പിന്നെ എന്തിനാ വന്നത്? Fulfill the law of God. Yes, fulfill the law of God. യേശു ദൈവകൽപ്പന അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാൻ എത്രേ വന്നത്. പിന്നെ കുഞ്ഞുങ്ങളെ പാപികൾക്ക് വേണ്ടി രക്തം ചിന്താൻ. യേശു പാപികൾക്ക് വേണ്ടി രക്തം ചിന്തി കാൽവരി ക്രൂശില്ലേ? യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി 2000 വർഷം മുമ്പ് ഭൂമിയിൽ വന്നപ്പോൾ കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം ചിന്തി നമുക്ക് വേണ്ടി ജീവൻ നൽകി. യേശുവിൻ്റെ രക്തം നമ്മെ സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ രക്തത്താലാണ് നമുക്ക് പാപക്ഷമ ലഭിക്കുന്നത്. യേശുവിൻ്റെ രക്തം നമ്മെ സകല പാപം പോക്കി ശുദ്ധീകരിക്കും. ഇങ്ങനെ പറയാറുണ്ട്, ബീന ലഘുബഹായെ പാപ്ക്ഷമ നാമിലേകി. രക്തം ചിന്തിയിട്ടുള്ളത് പാപക്ഷമ ലഭിക്കത്തില്ല. അനേക യാഗങ്ങൾ പണ്ട് കാലത്ത് അർപ്പിക്കുമായിരുന്നു. എന്നാൽ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ആ കഥ ആരുടെ കഥയാണ്? രാജു എന്ന ഇടയൻ തന്റെ മണിക്കുട്ടൻ എന്ന കുഞ്ഞാടിനെ പൊട്ടിയ പാളത്തിലേക്ക് വന്നിട്ട് തീവണ്ടി രക്ഷിപ്പാൻ ഒരു ചുമന്ന കൊടി ഉണ്ടാക്കാനായിട്ട് ആ കുഞ്ഞാടിൻ്റെ കഴുത്തിൽ കത്തി കൊണ്ട് അല്ലെങ്കിൽ ഒരു കൂർത്ത കല്ല് കുത്തിയിറക്കി ഒരു മൺപാത്രത്തിൽ രക്തം കളക്ട് ചെയ്തു. അവൻ്റെ യൂണിഫോം ഷർട്ട്, വെള്ള കളർ ഷർട്ട് വലിച്ചു കീറി ആ കുടത്തിൽ മുക്കി. അപ്പോൾ ചുമന്ന തുണിയായി. അവൻ്റെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. വടിയിൽ തുണി ചുറ്റിയപ്പോൾ അത് കൊടിയായി. അങ്ങനെ ആ ചുമന്ന കൊടി കാണിച്ച നിമിത്തം അനേകാര്യം കൊണ്ട് ജീവൻ രക്ഷിക്കുവാനിടയായി. തീവണ്ടി പാലത്തിൽ കയറിയില്ല. പാലത്തിൽ കയറിയിരുന്നെങ്കിൽ അത് മറിഞ്ഞു പോയതിന് അനേകർ ചത്തുപോയനെ. അതുപോലെ കൂട്ടുകാരെ, ഈ ചുമപ്പ് കളർ യേശുവിൻ്റെ രക്തത്തെ കുറിക്കുന്നു. ലോകത്തിന്റെ പാപം ചുമക്കുന്ന യേശു ദൈവത്തിന്റെ കുഞ്ഞാടാണ്. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ ചുമക്കുവാനാണ് യേശു വന്നത്. യേശു നമുക്ക് വേണ്ടി മരിച്ചു. 3-ാമത്തെ ദിവസം ഉണ്ടോ? യേശു മരിച്ചു, അടക്കപ്പെട്ടു. ഇത് മേഡ് ഇൻ ചൈനയുടെ ഐറ്റമാണ്, ഇവാഞ്ചി കൂബ് എന്നാണ് പറയുന്നത്. യേശു മരിച്ചു, അടക്കപ്പെട്ടു. റോമസേന സൈനികരെ നിർത്തി യേശു ഉയർത്തെഴുന്നേക്കരുതെന്ന് പറഞ്ഞ്. എന്നാൽ 3-ാം ദിവസം ഒരു ഭൂകമ്പം ഉണ്ടായി. വെളുപ്പിന് കല്ലറയിലെ കല്ലൊക്കെ ഉരുണ്ടുമാറി. ഈ ഭടന്മാർ മരിച്ചവരെ പോലെയായിപ്പോയി. യേശു മരിച്ചു വരുന്ന യേശു എന്താ പറഞ്ഞേ? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അതെ, യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും എടുക്കും. അപ്പോൾ യേശു വന്നത് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു. യേശു ആരാന്ന് പറഞ്ഞു. യേശു എന്തൊക്കെ ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഒരു ബൈ പറഞ്ഞേ. പാട്ട് പഠിപ്പിക്കാം. കൂട്ടുകാരെ,
ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ മനോരമ ഒരു ആക്ഷൻ സോങ് പാടി കേൾപ്പിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച്, യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച്. യേശു അല്ലാതെ വേറൊരു വഴിയില്ല. യേശുവില്ലാതെ നമുക്ക് സമാധാനം ലഭിക്കത്തില്ല. യേശു നിനക്ക് വേണ്ടി മരിച്ചു, യേശു നിനക്ക് വേണ്ടി മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശു അറിയാതെ ഒരു മുടി പോലും നമ്മുടെ ഒഴിഞ്ഞു പോകത്തില്ല. യേശു നമ്മുടെ അല്ലെങ്കിൽ മുടി പോലും എണ്ണി വെച്ചിരിക്കുന്ന വേദോസ്തം പറയുന്നത്. അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം. ഹിന്ദിയിലാണ് ഈ പാട്ടും. यीशु बिना संसार में मार्ग नहीं है, यीशु बिना जीवन में चैन नहीं है, यीशु बिना संसार में मार्ग नहीं है, यीशु बिना जीवन में चैन नहीं है। तेरे लिए क्रूस पर उसने जान दे दी, तेरे लिए मृत्यु से जी उठा है, तेरे लिए क्रूस पर उसने जान दे दी, तेरे लिए मृत्यु से जी उठा है। प्यारे बच्चों चिंता न करो, जी उठा ईशु तेरा संग रहेगा। प्यारे बच्चों चिंता न करो, जी उठा ईशु तेरा संग रहेगा। तुझे उन्होंने हाथों पर खोद कर बनाया, तुझे उन्होंने हाथों पर खोद कर बनाया, उसके बिना ना गिरेगा बाल एक भी, उसके बिना ना गिरेगा बाल एक भी। यीशु बिना संसार में मार्ग नहीं है, यीशु बिना जीवन में चैन नहीं है, तेरे लिए क्रूस पर उसने जान दे दी, तेरे लिए मृत्यु से जी उठा है, तेरे लिए क्रूस पर उसने जान दे दी, तेरे लिए मृत्यु से जी उठा है। प्यारे भैया प्यारे दीदी चिंता न करो, जी उठा ईशु तेरा संग रहेगा। प्यारे भाई प्यारे बहन चिंता न करो, जी उठा ईशु तेरा संग रहेगा। तुझे उन्होंने हाथों पर खोद कर बनाया, तुझे उन्होंने हाथों पर खोद कर बनाया, उसके बिना ना गिरेगा बाल एक भी, उसके बिना ना गिरेगा बाल एक भी। അപ്പോൾ യേശു നമ്മളെ സ്നേഹിക്കുന്നു, യേശു നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അവൻ നമ്മളെ തൻ്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്നു. അവൻ അറിയാതെ ഒരു മുടി പോലും നമ്മുടെ കൊഴിഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഹാൻഡ് ട്രിക്സ് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. താ നോക്കിയ കൂട്ടുകാരെ, മായമല്ല മന്ത്രമല്ല പ്രസ്തുത്രമാണ് ഈ മാജിക് ട്രിക്സ് എന്ന് പറയുന്നത്. അതെ, ഇറ്റ്സ് ആൻ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഫിൽഡ് വിത്ത് ഹാൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതിനാണ്. അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവമാണ്. നമ്മുടെ ജീവിതത്തെ അവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ അവൻ രൂപാന്തരപ്പെടുത്തുമെന്ന് കാണിക്കാൻ പോവുകയാണ്. നാം നോക്കിയ ഒരു പെൺകുട്ടിയുടെ പിക്ചർ. ബ്ലെസ്സി എന്നാണ്, ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതാണ്. പള്ളിയിലൊക്കെ പോകുന്ന, പ്രാർത്ഥിക്കുന്ന, എന്നിട്ട് അവളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, സമാധാനമില്ല. കാരണം അവളുടെ ഹൃദയത്തിൽ അവൾ യേശുവിന് സ്ഥാനം കൊടുത്തിരുന്നില്ല. വിത്ത് ഗോഡ് യു ആർ എ ഹീറോ, വിത്തൗട്ട് ഗോഡ് യു ആർ എ സീറോ എന്ന് പറയുന്നത്. നോ ജീസസ് നോ പീസ്, നോ ജീസസ് നോ പീസ്. യേശു ഇല്ലെങ്കിൽ സമാധാനമില്ല. യേശുവിനെ അറിഞ്ഞാലേ നാം സമാധാനത്തെ അറിയത്തുള്ളൂ. കൂട്ടുകാരെ, ഈ ബ്ലസ്സി ഒരു VBSൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. കാരണം ഒരു വചനമുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകാൻ അധികാരമുണ്ട്. യേശു തനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇന്ന് രക്ഷകനായ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കി അവൾ യേശുവിനോട് പറഞ്ഞു, യേശുവേ, എൻ്റെ കൊച്ചു ഹൃദയത്തിലേക്ക് ഞാൻ അങ്ങ് എൻ്റെ രക്ഷകനായി, എൻ്റെ ദൈവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ, എൻ്റെ ജീവിതത്തിലെ ശൂന്യതകളെല്ലാം മാറ്റി എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവകരങ്ങൾ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ നോക്കിയ കൂട്ടുകാരെ, വാ, യേശുവിന് തൻ്റെ ജീവിതം സമർപ്പിച്ചപ്പോൾ അവളുടെ ജീവിതം സുന്ദരമായി തീർന്നു. അവളുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. ഷീ ബിക്കം സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾ, ഷീ ബിക്കം ചൈൽഡ് ഓഫ് ഗോഡ്. ആ കൂട്ടുകാരെ, നിങ്ങൾക്കിതുപോലെ രൂപാന്തരം പ്രാപിക്കാം. നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പറയണം, യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം, എൻ്റെ ജീവിതം അങ്ങയുടെ ഹൃദയത്തിനായി സമർപ്പിക്കുന്നു, എൻ്റെ രക്ഷകനായി എന്നെ നയിക്കണമേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ഏഞ്ചൽസ് ജീവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടും. അതെ, കർത്താവിൻ്റെ വരവിങ്കൽ നാം സ്വർഗത്തിൻ്റെ വാതിൽക്ക് ചെല്ലുമ്പോൾ ജീവപുസ്തകം തുറന്നു നോക്കും. നമ്മുടെ പേര് അവിടെ ഉണ്ടെങ്കിലേ നമ്മൾക്ക് അവിടെ എൻട്രി ഉള്ളൂ, ഇല്ലെങ്കിൽ നോ എൻട്രി എന്ന് പറയും. ആകയാൽ ഇന്ന് യേശുവിനായി നിങ്ങളുടെ ഹൃദയം കൊടുക്കുമോ? നിങ്ങളുടെ ജീവിതം യേശുവിനെ സമർപ്പിക്കുമോ? യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഓക്കെ, അടുത്തായിട്ട് എൻ്റെ കയ്യിലൊരു മാജിക് ബോക്സ്. ഇതിലെന്തെന്ന് നോക്കാം. ഇതിലെന്തെങ്കിലും ഉണ്ടോ? നോക്കിയ കൂട്ടുകാരെ, ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല.
അപ്പോൾ നമ്മുടെ ശത്രു ആരാണ്? സാത്താൻ. അലർന്ന സിംഹം പോലെ ആരും വിഴുങ്ങണ്ടും ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. അവനോട് എതിർക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം വേണം. ദാവൂദ് രാജാവ് പറഞ്ഞു, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ വചനത്തെ സംഗ്രഹിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ നാം ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കണം, എങ്കിലേ നമുക്ക് സാത്താനിനെ ജയിക്കാൻ പറ്റുള്ളൂ. നോക്കിയേ, നമ്മളെന്നും ബൈബിൾ വായിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടാകും. ആ വചനം നമ്മെ സാത്താൻ നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ ധൈര്യപ്പെടുത്തും. സാത്താൻ നമ്മൾ മിസ്ഗൈഡ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ശരിയായ രീതിയിലേക്ക് ഗൈഡ് ചെയ്യും. നമുക്ക് രോഗം വരുമ്പോൾ ദൈവം വചനം വെച്ച് സൗഖ്യമാക്കും. നമുക്ക് ഭയം വരുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ദൈവം ആശ്വസിപ്പിക്കും. ഒക്കെ പരീക്ഷയുടെ സമയത്ത് നമുക്ക് ബലം നൽകും. അങ്ങനെയെങ്കിൽ നോക്കാം, കർത്താവേ, ഞാൻ എന്നോർത്ത് വചനം വായിച്ചു കൊള്ളാം, നല്ല കുഞ്ഞായി ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ വചനത്താൽ നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ കണ്ടോ, ദൈവം തൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കും. ഈ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഈ വചനം വിശുദ്ധ വചനമാണ്. ഈ വചനം ദൈവമാണ്. ഈ വചനം നിന്നോട് സംസാരിക്കും, എപ്പോഴും നിൻ്റെ കൂടെ ഇരിക്കും. ഈ വചനം നമ്മുടെ പാതയ്ക്ക് വെളിച്ചമാണെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇരുളിനെയും ദൂരീകരിക്കും. വചനം മധുരമുള്ളതാണ്, കയ്പിൻ്റെ അവസ്ഥയെ ദൂരീകരിക്കും. മാറെ മധുരമാക്കുന്ന ദൈവത്തിൻ്റെ വചനം നാം എന്നും വായിക്കണം. ഈ വചനം നമ്മളെ സാത്താനെ ജയിക്കുവാൻ, പാപത്തെ ജയിക്കുവാൻ സഹായിക്കും. അതുകൊണ്ട് എന്നും നമ്മൾ വചനം വായിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വയ്ക്കുകയും ചെയ്യണം. ഈ വചനം നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ ഈ വചനത്തെക്കുറിച്ച് ഒരു പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. ഐസ്ക്രീമിനേക്കാളും രുചിയുള്ളതെന്ത്, കിറ്റ്കാറ്റിനേക്കാളും രുചിയുള്ളതെന്ത്, ചൊല്ലാമോ ചൊല്ലാമോ കുഞ്ഞേ ചൊല്ലാമോ, ചൊല്ലാമോ ചൊല്ലാമോ കുഞ്ഞേ ചൊല്ലാമോ. ദൈവത്തിൻ്റെ വചനം രുചിയുള്ളത്, അത് രുചിയുള്ളത്. ദൈവത്തിൻ്റെ വചനം വിലയുള്ളത്, അത് വിലയുള്ളത്. രുചിച്ചിടാം ദിനവും, പഠിച്ചിടാം ദിനവും, യേശുവിൻ തലയോളം വളർന്നു വരാം. രുചിച്ചിടാം ദിനവും, പഠിച്ചിടാം ദിനവും, യേശുവിൻ തലയോളം വളർന്നു വരാം. ഐസ്ക്രീമിനേക്കാളും രുചിയുള്ളതെന്ത്, കിറ്റ്കാറ്റിനേക്കാളും രുചിയുള്ളതെന്ത്, ചൊല്ലാമോ ചൊല്ലാമോ കുഞ്ഞേ ചൊല്ലാമോ, ചൊല്ലാമോ ചൊല്ലാമോ കുഞ്ഞേ ചൊല്ലാമോ. ദൈവത്തിൻ്റെ വചനം രുചിയുള്ളത്, അത് രുചിയുള്ളത്. ദൈവത്തിൻ്റെ വചനം വിലയുള്ളത്, അത് വിലയുള്ളത്. രുചിച്ചിടാം ദിനവും, പഠിച്ചിടാം ദിനവും, യേശുവിൻ തലയോളം വളർന്നു വരാം. രുചിച്ചിടാം ദിനവും, പഠിച്ചിടാം ദിനവും, യേശുവിൻ തലയോളം വളർന്നു വരാം. അപ്പം നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നും ഭക്ഷണം കഴിക്കണം, അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ലഞ്ച് കഴിക്കണം, ഡിന്നർ കഴിക്കണം, വെള്ളം കുടിക്കണം. ശരീരത്തിന് നല്ല ആരോഗ്യമുള്ളവരായിരിക്കാൻ പോഷകാഹാരം കഴിക്കണം, എക്സസൈസ് ചെയ്യണം, ധാരാളം വെള്ളം കുടിക്കണം, സൂര്യപ്രകാശം നമ്മൾ ഏൽക്കണം. അതുപോലെ മിതത്വം പാലിക്കണം. മസാലകൾ, അതുപോലെ കെമിക്കൽ ഡ്രിങ്ക്സൊക്കെ ഒത്തിരി നമ്മൾ കുടിക്കരുത്, അല്ലേ? ഒത്തിരി ഉപ്പ്, ഒത്തിരി എരിവ്, ഇതെല്ലാം ശരീരത്തിന് ഹാനികരമാണ്. പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കണം. അതുപോലെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് നല്ല ആരോഗ്യമുണ്ടാവും. അതുപോലെ ആത്മജീവിതത്തിൽ ആരോഗ്യം പ്രാപിക്കണമെങ്കിൽ എന്നും പ്രാർത്ഥിക്കണം, വേദപുസ്തകം വായിക്കണം. റീഡ് യുവർ ബൈബിൾ, പ്രേ എവ്രി ഡേ, പ്രേ എവ്രി ഡേ, പ്രേ എവ്രി ഡേ. Read your Bible, pray every day if you want to grow. If you want to grow, if you want to grow. Read your Bible, pray every day if you want to grow. ഈ വെള്ള കളർ വിശുദ്ധിയെ കുറിക്കുന്നു, പുതിയ ജീവിതത്തെക്കുറിച്ച്. യേശു ഒരു ക്രിസ്തുവിലായാൽ അവൻ എങ്ങനെ പുതിയ സൃഷ്ടിയാകും നമ്മൾ കണ്ടു. ഇനി ആത്മീയമായി വളരണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്നും വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ദൈവകൽപ്പനകൾ അനുസരിക്കണം, സാക്ഷികളായി ജീവിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ ക്രിസ്തുവിൽ വളരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാം നല്ല ദൈവമേ, ഞങ്ങൾ ഇന്ന് ഹല്ലേലൂയ കർത്താവെ ചുമപ്പ് കളറിനെക്കുറിച്ച്, വെള്ള കളറിനെക്കുറിച്ച് കണ്ടു. യേശുവിൻ്റെ രക്തം ഞങ്ങളെ എങ്ങനെ പാപത്തിന് വിടുവിക്കുന്നുവെന്നും ഞങ്ങൾക്ക് എങ്ങനെ പുതിയ ജീവിതവും വിശുദ്ധിയും തരുന്നു നിങ്ങൾ കാണുവാനിടയായി. ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണം. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെ കഴുകി ശുദ്ധീകരിക്കണം. നിർമ്മലമായ ഹൃദയം ഞങ്ങൾ സൃഷ്ടിച്ച് നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ആത്മാവിൻ്റെ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ നേരായ പാതയിൽ നടത്തി നിത്യജീവൻ്റെ അവകാശികളാക്കി മാറ്റണമേ. സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും അവൻ്റെ പ്രലോഭനങ്ങൾ വിടുവിക്കണമേ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.